എന്റെ പേര് പരിചയപ്പെടുത്തി ശ്രീജിത്ത് ശ്രീധരൻ എന്നാണ്. സ്വദേശം കാലിക്കറ്റിലാണ്. കാലിക്കറ്റിൽ ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ റമീ സാർ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലായിരുന്നു. 15 വർഷമായിട്ട് പരിചയമുള്ളത് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയാണ്. ഒരു കമ്പനിയുടെ ഏരിയ മാനേജർ ആയിരുന്നു. ഈ ബിസിനസ്സിലേക്ക് വരാനുണ്ടായ കാരണം എൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്ത് ഈ ഒരു പ്രോജക്റ്റ് എന്നോട് പറയുകയും പറഞ്ഞ സമയത്ത് ഇഷ്ടമില്ലാതെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണുള്ളത്. അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി എന്നോട് എൻ്റെ സുഹൃത്ത് മുനീറാണ് എനിക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ പ്രോജക്റ്റ് എന്നോട് പറയുന്നത്. ആക്ച്വലി മുനീർ അല്ല എന്നോട് ആദ്യം MI ലൈഫ് സ്റ്റൈൽ പറയുന്നത്. ഈ ബിസിനസ് എന്നോട് മുനീർ പറയുന്നതിന്റെ 3 വർഷം മുൻപ് എൻ്റെ മറ്റൊരു സുഹൃത്ത് അനൂപ് എന്ന് പറയുന്ന എൻ്റെ വേറൊരു സുഹൃത്ത് എന്നോട് ഈ പ്രോജക്റ്റ് പറയുകയുണ്ടായി. അനൂപ് പറഞ്ഞ സമയത്ത് ഇന്ന് WTC ആയിട്ടുള്ള, നമ്മളെ ഓർഗനൈസേഷൻ അല്ല, വേറൊരു ഓർഗനൈസേഷൻ WTC ആയിട്ടുള്ള ഒരു ലീഡറാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. അന്ന് അദ്ദേഹം WTC ആണ്. അദ്ദേഹം റാങ്ക് ഒന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം എനിക്ക് അങ്ങനെ അത്ര പറഞ്ഞതൊരു ഓർമ്മയായിട്ട് വരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ വരുവാണ്. പ്രോജക്റ്റ് പറഞ്ഞു. നമ്മളെ മഞ്ഞൾ സോപ്പ് എനിക്ക് തന്നിട്ട് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നല്ലതാണെന്നും നല്ല കാന്തി വർദ്ധിക്കുമെന്നൊക്കെ എന്ത് ചെയ്തു പറഞ്ഞു. എന്നോട് സോപ്പിന്റെ പൈസ വാങ്ങി, MRP വാങ്ങിയിട്ട് എന്ത് ചെയ്തു, MRP DPO എന്തൊരു എമൗണ്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം പോയി. പിന്നെ അതിനുശേഷം എന്നെ വിളിക്കായിരുന്നു, സോപ്പ് എങ്ങനെയാണെന്ന് ചോദിക്കായിരുന്നു. അതിനുശേഷം ഞാൻ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. നോക്കാം കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കി. അതിനുശേഷം എൻ്റെ മറ്റൊരു സുഹൃത്ത് സജി എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത് എന്ത് ചെയ്തു, ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും എനിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലായില്ല. അന്നും ഞാൻ എന്ത് ചെയ്തു, താല്പര്യമില്ല എന്ന്, അങ്ങനെ ബിസിനസ് എൻഗേജ്ഡ് ആണ്, ജോലിയായിട്ട് എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. അതിനുശേഷമാണ് ആക്ച്വലി മുനീർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്യുന്നത്, പിന്നെ ചെറുപ്പത്തിലേയുള്ള സുഹൃത്താണ്, നാട്ടിലുള്ള സുഹൃത്താണ്, എന്നോട് ഈ പ്രോജക്റ്റ് പറയുന്നു. മുനീർ പറഞ്ഞപ്പോഴും ഞാൻ ബിസിനസ് സീരിയസ് ആയിട്ടൊന്നും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് മുനീർ പറഞ്ഞപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, മുനീറിന്റെ കൂടെ വന്നത് ശൈലേഷ് ബാലൻ സാറായിരുന്നു, എൻ്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ശൈലേഷ് സാറാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ പ്രോജക്റ്റ് പറഞ്ഞു തരുന്നത്. ഇദ്ദേഹം വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു, എന്നെ ഫോളോ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഹലോ, ഇദ്ദേഹം എന്നെ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു, ഫോളോ അപ്പ് ചെയ്തു. ഞാൻ ആദ്യം എന്ത് ചെയ്തു, നോക്കാന്ന് പറഞ്ഞു, കാണാന്ന് പറഞ്ഞു, പറയാന്ന് പറഞ്ഞു. ഈ പറയാന്ന് പറഞ്ഞ സമയത്തും കാണാന്ന് പറഞ്ഞ സമയത്തും നോക്കാന്ന് പറഞ്ഞ സമയത്തും ഒക്കെ അദ്ദേഹം എന്നെ എന്ത് ചെയ്തു, ഫോളോ അപ്പ് ചെയ്തു. അത് ഫോണിലൂടെയും നേരിട്ടും ഒക്കെ എന്ത് ചെയ്തു, ഫോളോ അപ്പ് ചെയ്തു. പണം കൊടുക്കുന്നത് വരെ എന്നെ എന്ത് ചെയ്തു, ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞു തന്നു, ഓർമ്മപ്പെടുത്തി, പ്രോഗ്രാം സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആക്ച്വലി അനൂപ് പറഞ്ഞപ്പോഴും സജിയേട്ടൻ പറഞ്ഞപ്പോഴും ഒന്നും ഞാൻ ഈ ബിസിനസ് വരാതിരുന്നത് അവര് കരുതി എനിക്ക് ഈ ബിസിനസ് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. അവര് കരുതി ഈ ബിസിനസ് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും വരാത്തത് എന്നായിരുന്നു ഒരു പക്ഷെ അവർ കരുതിയിട്ടുണ്ടാവാം. പക്ഷെ ആക്ച്വലി എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് ആയിരുന്നോ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്? ഹലോ, നിങ്ങൾ പറ. താല്പര്യമില്ലാതിട്ടാണെങ്കിൽ ഞാൻ മുനീർ പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യരുതല്ലോ. ശരിക്കും എന്തായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം? എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതല്ലേ സത്യം. ഹലോ, അല്ല, എനിക്ക് മനസ്സിലായില്ല. അവര് പറഞ്ഞപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇവര് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, അതിനുശേഷം ഇവര് രണ്ടുപേരും നിർത്തി. ആര്? അനൂപ് നിർത്തി ബിസിനസ്, സജീവ് നിർത്തി. അപ്പൊ ഇവരെന്നെ കണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവരെന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിർത്തുമായിരുന്നു.
പറഞ്ഞു മനസ്സിലായോ? നിങ്ങളന്ന് എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കുന്നത്. ഞാൻ നിർത്തുമായിരുന്നോ, ഞങ്ങൾ നിർത്തൂലായിരുന്നല്ലോ, ഞങ്ങളൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവില്ലായിരുന്നോ എന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ബിസിനസ് കേൾപ്പിച്ച വ്യക്തിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഒരാളെ കേൾപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളതാണ്. അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക, അവരെ ബിസിനസ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ പ്രസന്റേഷനേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് എന്ത്, ഫോളോ അപ്പ് എന്നുള്ളത്. പ്ലാൻ കൊടുക്കുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പൊ ഫോളോ അപ്പിൽ വളരെ എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. അപ്പൊ ഫോളോ അപ്പിലാണ് ഞാൻ ആക്ച്വലി എന്ത് ചെയ്തത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, നേരത്തെ പറഞ്ഞ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നില്ല. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവർ രണ്ടുപേരും MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് അവർ നിർത്തേണ്ട കച്ചവടമാണോ ഇത്? ആക്ച്വലി എനിക്ക് നഷ്ടമുണ്ട്, അവർക്കും നഷ്ടമുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. എന്റെ നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് 3 വർഷം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, എന്നോട് ഈ പ്രോജക്റ്റ് പറയുന്നത്. 3 വർഷം മുമ്പ് 3 വർഷം എനിക്ക് നഷ്ടമാണ്. ഒരു പക്ഷേ ഞാൻ ഇന്ന് ITC പോവുകയാണെങ്കിൽ, പക്ഷേ ഡയമണ്ട് ആവാനൊക്കെ തുടങ്ങുന്ന ഒരു പോവേണ്ട, അല്ലെങ്കിൽ WTC പോകേണ്ട ഒരു സമയമാണെന്ത്, ഇന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അവർക്ക് നഷ്ടം എന്താണെന്ന് അറിയാവോ? ഇന്ന് ഞാൻ ടോട്ടൽ 30 കോടി ടേൺ ഓവറിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നിൽക്കുന്നത്. 30 crore ടേൺ ഓവർ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 30 crore ബിസിനസ് അവർക്കും കൂടി കിട്ടേണ്ടതായിരുന്നില്ലേ? ഹലോ, ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ശരിക്കും ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ വേണ്ടത് ഒന്ന് ഗോളാണ്. ഹലോ, എന്റെ എക്സ്പീരിയൻസ് പറയാണ്, ഒന്ന് ഗോളാണ്. രണ്ടാമത് വേണ്ടത് എന്താണ്, ആക്ഷനാണ്. ഒന്ന് ഗോൾ ഉണ്ടായാൽ പിന്നെ എന്ത് വേണം, ആക്ഷൻ വേണം. മൂന്നാമത് വേണ്ടത് എന്താണ്, കൺസിസ്റ്റൻസിയാണ്, തുടർച്ച. മീൻസ് ഗ്യാപ്പിട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പലരും ചോദിക്കുന്നു, ഈ ബിസിനസ്സിൽ എന്താ സാർ അങ്ങനെയൊന്നും സക്സസ് ഒന്നും വരാത്തത്? ചില ആളുകൾ സക്സസ് ആവുന്നു, ചില ആളുകൾ എന്ത് ചെയ്യുന്നില്ല, വൈകിട്ടൊക്കെയാണ് സക്സസ് ആവുന്നത്. എന്താ അതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ. അവർക്ക് ഗോൾ ഇല്ലാത്തതാണോ, അവർ ആക്ഷൻ ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് കൺസിസ്റ്റൻസി ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ ദിസ് 3+ സക്സസ്. ഈ മൂന്നും കൂടി കഴിഞ്ഞാൽ എന്തായി, സക്സസ് ആണ്. അവരിൽ എന്താ സക്സസ് വരാത്തത്? ഈ മൂന്നാമത്തെ സാധനം എന്ത് ചെയ്യുന്നില്ല, സെറ്റ് ആവുന്നില്ല. ഗോളുണ്ട്, ലക്ഷ്യമുണ്ട്. ചിലപ്പോൾ ലക്ഷ്യം ഉണ്ടാവില്ല കേട്ടോ, എനിക്കറിയില്ല. ചിലപ്പോൾ ലക്ഷ്യം ഉണ്ടാവും, വെറുതെ ചെയ്തു നോക്കാമെന്ന് കരുതി വരുന്നതായിരിക്കാം. രണ്ടാമത്തെ ആക്ഷൻ വേണം. എവിടെയാ പണിയെടുക്കാതെ പൈസ കിട്ടുക? നിങ്ങൾ പറ. പണിയെടുക്കാതെ കിട്ടുന്ന പൈസ നല്ല പൈസയാണോ? നല്ല പണമാണോ? പണം ഒന്നും ചെയ്യാണ്ട് കിട്ടുന്നത്? ആളുകൾ പറയുന്ന ഒന്നും ചെയ്യാണ്ട് കിട്ടണമെന്ന്. അത് നല്ല പണമാണോ? അല്ലല്ലോ. നല്ല പണം എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കിട്ടുന്നതല്ലേ. അപ്പോ പണിയെടുക്കാതെ എങ്ങനെ പൈസ കിട്ടുക? അപ്പൊ ആക്ഷൻ വേണം. മൂന്നാമത്തെ എന്താണ്, കൺസിസ്റ്റൻസി വേണം. എന്നാലേ സക്സസ് ഉണ്ടാവുള്ളൂ. മിക്കവാറും ആളുകൾക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കാണുന്നത്. പലരും പറയുന്നത്, സാർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുറെ ആളുകൾക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുറെ ആളോട് സംസാരിച്ചിട്ടുണ്ട്, അപ്ലൈൻ ലെറ്ററേയും കൂട്ടി പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ശരിയായിട്ടില്ല. എന്റെ അടുത്ത് വന്ന അനൂപിന്റെ അപ്ലൈൻ ലീഡർ WTC ആണെന്നേ. ഹലോ, അനൂപിന് കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം നിർത്തിപ്പോയത്. സ്ഥലം ഞാൻ പറയുന്നില്ല, ഏത് ഇവിടെല്ലാന്നൊക്കെ പറയുമ്പോൾ കണക്റ്റഡ് ആവുമല്ലോ. സജിയുടെ അപ്ലൈനും ഓൾമോസ്റ്റ് WTC ആ ടീം തന്നെയാണ്. അവരെ അപ്ലൈൻസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. സജിക്ക് കൺസിസ്റ്റൻസി ഇല്ലാതെ പോയതാ. ഹലോ, അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
നിങ്ങൾ ചെയ്യുന്നത് പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൺസിസ്റ്റൻസി തുടർച്ചയോടുകൂടി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം വേഗത്തിൽ ഉണ്ടാക്കാം. കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു 2 മാസം തുടർച്ചയായി ചെയ്യുന്നു, പിന്നെ 3 മാസത്തേക്ക് നിങ്ങളെ കാണില്ല, പിന്നെ വീണ്ടും അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, അടുത്ത 1 മാസത്തേക്ക് നിങ്ങളെ കാണില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആക്ച്വലി കൂടെ വന്ന ആളുകൾ അവർ ചിന്തിക്കുകയാണ് എന്ത്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ആരെ കണ്ടിട്ടാണ്? നിങ്ങൾ പറ, കമ്പനിയെ കണ്ടിട്ടാണോ? നിങ്ങളെ സ്പോൺസർ ആരാണോ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹത്തെ കണ്ടിട്ടാണോ? 1, 2 വീഡിയോ ഉള്ള ആളുകൾ 2 ഇങ്ങനെ കാണിച്ചാൽ മതി. 1 ആണെങ്കിൽ കമ്പനീനെ കണ്ടിട്ട്, 2 ആണെങ്കിൽ ആരാണോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അയാളെ കണ്ടിട്ട്. 2 എല്ലാവരും 2 എന്നാണ് കാണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും കമ്പനീനെ കണ്ടിട്ടൊക്കെ പിന്നെയാണ് നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയതാ കമ്പനി ബെസ്റ്റ് കമ്പനിയാണ്. ഇതൊരു ദൈവാധീനമാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ദൈവാധീനമായിട്ട് കാണുന്നത്. കാരണം എന്താണ്, നമ്മൾ സെലക്ട് ചെയ്തൊന്നുമല്ല നല്ല കമ്പനിയെ, ആണോ? നമ്മളടുത്തേക്ക് നമ്മളെ സുഹൃത്ത് കൊണ്ടുതന്നത്. നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് MI ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയേ. ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ ഒന്നിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കാവോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവരൊക്കെ എന്താണ്, ഭാഗ്യം കൊണ്ടല്ലേ നല്ല കമ്പനി കിട്ടിയത്. എത്രയോ ആളുകൾക്ക് മോശം കമ്പനി കിട്ടുന്നില്ലേ? ആദ്യത്തെ കമ്പനി അവർക്ക് മോശം കമ്പനി കിട്ടുന്നില്ലേ? നല്ല കമ്പനി കിട്ടിയ എങ്ങനെയാ നിങ്ങൾക്ക്? നിങ്ങൾ സെലക്ട് ചെയ്തതാണോ? നിങ്ങളുടെ സ്പോൺസർ കൊണ്ടുതന്നത് നല്ല കമ്പനിയായി. യെസ് ഓർ നോ? അപ്പോ നല്ല കമ്പനി കിട്ടുക എന്നുള്ളത് എന്താണ്? ഭാഗ്യമാണ്. അപ്പൊ നമ്മൾ ആരും കടന്നു വരുന്നത് ആ കമ്പനിയെ കണ്ടിട്ടല്ല, അതിലുപരി ആ സ്പോൺസറെ കണ്ടിട്ടാണ്. ആരാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് കമ്പനി ആരാണ്? തുടക്കത്തിലുള്ള ഒരാൾക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സ്പോൺസർ അല്ലേ? അവര് മിക്കവാറും എന്ത് ചെയ്യും? ഉഴപ്പും. അപ്പൊ നമ്മളും എന്ത് ചെയ്യും? ഉഴപ്പും. അവർക്ക് തുടർച്ച ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്കും എന്തുണ്ടാവില്ല? തുടർച്ച ഉണ്ടാവില്ല. കുറെ കഴിയുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് അയാളല്ല ഫോളോ ചെയ്യേണ്ടത്, ഇയാളെയാണെന്ന്. ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ഉണ്ടാവും നമുക്ക് ഉഴപ്പാത്തെ. അപ്പൊ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ സമയം കളഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, കുറെ കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. ആ സമയമാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ. ഈ സമയം പറയുന്നില്ലേ, കുറെ സമയം എടുത്തിട്ടാണ് വിജയിക്കുന്നത്. ആ സമയം എടുത്തിട്ടാണ് വിജയിക്കുന്നത്. ഇതാണ് തിരിച്ചറിയാത്തൊരു സമയമാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? തുടർച്ച ചെയ്യണോ? എപ്പോഴെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ? 2 ആളെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കണ്ട. കുറച്ച് പ്രൊഡക്റ്റ് കൊടുത്ത് നോക്കണ്ട, പ്രൊഡക്റ്റ് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സ് വേണ്ട, ഫ്രാഞ്ചൈസി വേണ്ട, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല സമയങ്ങളുണ്ട്. തുടക്കത്തിലൊക്കെ പ്രൊഡക്റ്റ് മാത്രം കൊടുത്തിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രാഞ്ചൈസി വരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇങ്ങനെ പല രീതിയിൽ തുടർച്ചയില്ലാതെ പോകുന്ന കുറച്ച് സമയങ്ങളുണ്ട്. ആ സമയങ്ങളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഡയറക്ട് സെല്ലിംഗിലെ വേസ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ പറയാം, ഡയറക്ട് സെല്ലിംഗിൽ MI ലൈഫ് സ്റ്റൈൽ സക്സസ് ആവാൻ ഗ്യാപ്പ് എടുക്കുന്ന സമയം ആവശ്യമുണ്ടോ? ഗ്യാപ്പ് ഉണ്ടോ? ആക്ച്വലി ഗ്യാപ്പ് ഇല്ലല്ലോ. പാർട്ട് ടൈം ചെയ്യുന്ന ഒരാൾക്ക് കുറെ കാലമായിട്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് പാർട്ട് ടൈം ആയിട്ട് ഡെയിലി ചെയ്തുകൂടെ? പാർട്ട് ടൈം ചെയ്യുന്ന ആൾക്ക് ഒരു 2 പ്രസന്റേഷൻ ഒരു ദിവസം കൊടുത്തുകൂടെ? പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ആയിക്കോട്ടെ, ബിസിനസ് പ്രസന്റേഷൻ ആയിക്കോട്ടെ, അത് എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ അതിന് കൺസിസ്റ്റൻസി വന്നില്ലേ? സാധാരണ നമ്മൾ പറയും, ഒരു കിണർ കുഴിക്കുകയാണ്. ഒരു കിണർ കുഴിച്ചു, ഒരു കോലെത്തി, പിന്നെ അയാൾ ചിന്തിക്കുകയാണ് ഒരു 2 മാസം ഗ്യാപ്പ് എടുക്കട്ടെ. അപ്പൊ മഴ വന്നു, വെയിൽ വന്നു, അങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു, ആ കിണറിൽ വെള്ളം വീണ്ടും മണ്ണ് വീഴില്ലേ? വീണ്ടും കുഴിച്ചു. അദ്ദേഹം പറയാണ് 1 മാസം റെസ്റ്റ് എടുക്കട്ടെ. ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കുഴിച്ച ഈ കിണർ എപ്പോഴാണ് കുഴിയുക? അതിനും പകരം ഒറ്റയടിക്കാൻ കുഴിച്ചങ്ങ് തീർത്താലോ? അത് നിങ്ങൾ ദിവസവും കുഴിക്കാൻ തീരുമാനിച്ചാൽ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യും? ഈ ബിസിനസ് സക്സസ് ആവും. പാർട്ട് ടൈം ആയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? ഭയങ്കരമായ സക്സസ് ഉണ്ടാകും. കാരണം എന്താ?
എല്ലാ ദിവസവും 2%, ഫുൾ ടൈമേഴ്സ് 2% കൊടുക്കാത്ത എത്ര ഫുൾ ടൈമേഴ്സ് ഉണ്ട്? ഒരു ദിവസം 2% കൊടുക്കാത്ത എത്ര ഫുൾ ടൈമേഴ്സ് ഉണ്ട്? അപ്പൊ ഈ ബിസിനസ്സിൽ സക്സസ് ആവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കൺസിസ്റ്റൻസിയാണ്. ഒന്ന് തുടർച്ചയില്ലാത്തതാണ്. തുടർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത് ഈ ബിസിനസ്സിൽ സക്സസ് ആവാനുള്ള എളുപ്പ വഴി എന്നുള്ളതാണ് എന്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്തിലൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമ്മൾ കടന്നു പോകുന്നത്. ഈ ബിസിനസ്സിൽ നമ്മൾ കടന്നു പോകുന്നത്, ഇപ്പോൾ ടീം AIG കടന്നു പോകുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്തിലൂടെയാണ്. എന്താണ് ഈ സമയത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇവന്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഹലോ, ഒരു ഇവന്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇവന്റിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായിരുന്നു. കുറെ തുടക്കത്തിലുള്ള ആളുകൾക്ക് ഒരു പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇവന്റിന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇവന്റിന് ട്രഡീഷണൽ ബിസിനസ്സിൽ സീസൺ പോലെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു, ജുവലറി നടത്തുന്നു, അങ്ങനെ പല പല സ്ഥാപനങ്ങൾ നടത്തുന്നു അല്ലേ? ഇതിനൊക്കെ ഓരോന്നിനും എന്തുണ്ട്, സീസൺ ഉണ്ട്, അല്ലെങ്കിൽ അവർ സീസൺ ഉണ്ടാക്കും. നിങ്ങൾ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഴയ ആൾക്കാരോട് ചോദിച്ചു അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നോ എന്ന്? ഹലോ, ചോദിച്ചു നോക്കി, അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നോ എന്ന്? ഇപ്പൊ ജ്വല്ലറിക്കാർ അക്ഷയ തൃതീയാണ്, സ്വർണം വാങ്ങാൻ നല്ല സമയം. ഇത് ഇവരുണ്ടാക്കിയതാണെന്നേ. അക്ഷയ തൃതീയ എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് കച്ചവടം എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ ഈ പെരുന്നാള്, ക്രിസ്മസ്, ഓണം, വിഷു ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ്, ഡയറക്ട് സെല്ലിംഗ് ട്രഡീഷണൽ ബിസിനസ്സിൽ എന്താണ്, സീസണാണ്. ഈ സീസണിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. അല്ലാത്ത സമയത്ത് ഇവരെന്തായിരിക്കും, അത്ര പ്രോഫിറ്റിലായിരിക്കില്ല, സീസണിന്റെ അത്ര പ്രോഫിറ്റിലായിരിക്കില്ല പോകുന്നു. അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്തുണ്ട്, ഇവന്റിന് പ്രാധാന്യമുണ്ട്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 6ഓളം ഇവന്റുകൾ കണ്ടക്ട് ചെയ്തിട്ടും, അനീഷ് സാറും ശൈലേഷ് സാറും ബെല്ലി സാറും കണ്ടക്ട് ചെയ്ത ഇവന്റുകളിൽ പങ്കെടുത്തും ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ITC ആവാൻ പോകുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ഇവന്റുകളും വലിയ ഇവന്റുകളും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും മറ്റേ ഇവന്റിൽ പോയി പങ്കെടുക്കുന്നതും ഈക്വലാണ്. ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കുറച്ചും കൂടി റിസ്ക് കൂടുതലാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇവന്റ് കണ്ടക്ട് ചെയ്യണം, എന്തുണ്ട്, അതിന് റിസ്ക് ഉണ്ട്, റിസ്ക് കൂടുതലാണ്. നോ പ്രോബ്ലം, നിങ്ങൾ ഇവന്റ് കണ്ടക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അപ്ലൈൻ ലീഡർ കണ്ടക്ട് ചെയ്യുന്ന ഇവന്റിലേക്ക് ആളുകളെ കയറ്റിയാലും മതി. നന്നായിട്ട് ആളുകൾ എന്ത് ചെയ്ത് പ്രൊമോട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവന്റിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോള് വരിക എന്നുള്ളതാണ്. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾക്ക് ഈ ബിസിനസ്സിൽ വേണ്ടത് എന്താണ്, ഗോൾ, ആക്ഷൻ, കൺസിസ്റ്റൻസി, സക്സസ്. ഗോള് വരികയാണ് ചെയ്യുന്നത്. നമ്മള് എക്സോറ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഗോൾ എന്താണ്, ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഗോൾ എന്താണ്, ഐക്കൺ ആവുക. ഹലോ, എന്താണ് ഐക്കൺ ആവുക? ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താ, 3 റാങ്ക് കയറുക. ഡിസ്ട്രിബ്യൂട്ടർ ആയ ആള് TC, ATC, DTC. ഗോളായോ? ഗോളായോ? യെസ് ഓർ നോ? നിങ്ങൾ തമ്പിടാവോ? ATC ആയ ആള് ATC, DTC, ZTC. ഗോളായില്ലേ? ഗോൾ ഇല്ലാത്ത ഒരു ജീവിതത്തിൽ വിജയിക്കില്ല. ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം. പുതിയ ആളുകൾക്ക് വേണ്ടി പറയാണ്, സ്വപ്നത്തിന് ഡേറ്റ് ഇടുന്നതിനാണ് ഈ ഗോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ളിൽ ഒരു സ്വപ്നം ഉണ്ടാവും, ആ സ്വപ്നത്തിന് ഡേറ്റ് ഇട്ടാൽ എന്തായി, ഗോളായി, ലക്ഷ്യമായി. നിങ്ങളുടെ സ്വപ്നത്തിന് ഡേറ്റ് ഇടുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ സ്വപ്നം ഉണ്ടാവണം. സ്വപ്നത്തിന് ഗോൾ ഇടുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവർക്കും ആഗ്രഹമില്ലേ റാങ്ക് കയറണം എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്തായി, ഗോളായി. അടുത്തെന്താ, STC റാങ്ക് അടിക്കുമ്പോഴേ മിനിമം അവിടെ എന്തുള്ളൂ, റെക്കഗ്നേഷൻ ഉള്ളൂ. ഐക്കൺ അല്ലെങ്കിൽ പിന്നെ എന്തടിക്കണം, STC അടിക്കണം. അപ്പൊ മറ്റുള്ളവർക്കൊക്കെ എന്തായി, ZTCക്ക് മിനിമം STC ആവണം എന്നൊരു ഗോളായി. ഹലോ, DTCക്ക് എന്തായി, ZTC, STC. അപ്പൊ ഗോൾ അടിച്ച ഐക്കണുമായി STC അടിച്ച് 2 മെമന്റോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
പെർഫോമൻസ് ബോണസ് അടിച്ചാൽ എന്തുണ്ട്? അവിടെ ക്യാഷ് അവാർഡ് ഉണ്ട്. 4 അടിച്ചാൽ ക്യാഷ് അവാർഡ് ഉണ്ട്, 5 അടിച്ചാൽ വലിയ ക്യാഷ് അവാർഡ് ഉണ്ട്. ഹലോ, നല്ല പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ ടോപ്പ് 1, ടോപ്പ് 2, ടോപ്പ് 3 അവിടെ റെക്കഗ്നേഷൻ ഉണ്ട്. റാങ്കുകളിൽ TC-യിലും ATC-യിലും ഒക്കെ റെക്കഗ്നേഷൻ കിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ. ഞാൻ പറയുന്നത് മനസ്സിലാവും. അപ്പൊ ഗോളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ വരുന്നത്. ഇവന്റുകളിൽ വരുന്നത് എന്താണ്? ഗോളാണ്. ഗോൾ ഇല്ലാത്തവന് ഗോൾ ഉണ്ടാക്കുന്നതാണ് എന്ത്? ഇവന്റ്. ആ ഗോൾ വരുമ്പോ എന്ത് ചെയ്യുന്നു? എല്ലാവരും ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നു. കൺസിസ്റ്റൻസി ഉണ്ടാവുന്നു. എന്താ കൺസിസ്റ്റൻസി? മറ്റേ കൺസിസ്റ്റൻസി ഇല്ലാത്തത് എന്തുകൊണ്ടാ? എപ്പോഴെങ്കിലുമൊക്കെ വിൻ ചെയ്താൽ മതി, എപ്പോഴെങ്കിലുമൊക്കെ വിജയിച്ചാൽ മതി. കാരണം എന്താ? സമയമുണ്ട്. പക്ഷെ ഇവന്റിന് എന്തില്ല? സമയമില്ല. ഇവിടെ സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിജയിക്കാനുള്ള വഴിയാണ് ആക്ച്വലി എന്ത്? മുബീൻ മുഹമ്മദ് സാർ പറയും ഇവന്റ് ഈസ് ദ വെരി 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 ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഡയറക്ട് സെല്ലിംഗ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയാറുണ്ട്. ഇത് ഞങ്ങളെ പഠിപ്പിച്ച ആക്ച്വലി ശരിക്കും പറയണ മുബീൻ സാറാണ്. ഇവന്റിന്റെ ഇമ്പോർട്ടൻസ്, ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് മുബീൻ സാറിന്റെ കുറെ വാക്കുകളാണ്. അപ്പൊ ഇവന്റ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് കാരണം ശൈലേഷ് സാർ ഏറ്റെടുക്കാൻ തുടങ്ങി, ബെല്ലി സാർ ഏറ്റെടുക്കാൻ തുടങ്ങി, അനീഷ് സാർ നേരത്തെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളും അതെന്ത് ചെയ്യാൻ തുടങ്ങി? ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ റിസൾട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവന്റിന് വലിയ പ്രാധാന്യമുണ്ട്. ശരിക്കും സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിപ്പറേഷനാണ്. സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിപ്പറേഷനാണ്. ജീവിതത്തിൽ ഒരു പ്രിപ്പയർ ചെയ്യാണ് സക്സസിന് വേണ്ടിയിട്ട്. എന്താണ് ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പരാജയങ്ങളാണ് ആക്ച്വലി പ്രിപ്പറേഷൻ്റെ അറിയാം. ചെറിയ പരാജയങ്ങളെ ഭയക്കുന്നവൻ സക്സസ് ആവില്ല എന്നാ പറയാ. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനാ? വെറുതെ അവനെ വിജയത്തിന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയല്ലേ? യെസ് ഓർ നോ? ആണോ അല്ലയോ? വലിയ വിജയത്തിന് വേണ്ടി അവൻ ചെറിയ ചെറിയ എന്ത് ചെയ്യരുത്? തടസ്സങ്ങളൊന്നും എന്ത് ചെയ്യരുത്? അവനെ ഫീൽ ചെയ്യരുത്. അവനങ്ങനെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അവൻ ഇവിടെ പരാജയപ്പെട്ടാലും നോ പ്രോബ്ലം, അവിടെ എന്ത് ചെയ്യണം? വിജയിക്കണം. ഇതാണോ അതിന്റെ ഉദ്ദേശം? യെസ് ഓർ നോ? ഹലോ, പരാജയം എന്ന് പറയുന്നത് പലർക്കും എന്താണ്? ഇഷ്ടമില്ല. നിങ്ങൾ പരാജയത്തെ ഇഷ്ടപ്പെടണം. ഫെയിലിയറിന് എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. ഫെയിലിയർ പ്ലസ് ഫെയിലിയർ പ്ലസ് ഫെയിലിയർ പ്ലസ് ഈക്വൽ ടു സക്സസ്. വീഴാതെ ഒരു കുട്ടിയും നടക്കാൻ പഠിക്കുന്നില്ല. വീണ് 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 നടക്കാൻ പഠിക്കണം. ഫെയിലിയർ പ്ലസ് ഫെയിലിയർ പ്ലസ് ഫെയിലിയർ പ്ലസ് ഈക്വൽ ടു സക്സസ്. കുട്ടികളെ പരാജയം എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യരുത്? അയ്യോ തോറ്റുപോകുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? അവനെ പേടിപ്പിക്കരുത്, അല്ലെ അവളെ പേടിപ്പിക്കരുത്. കാരണം എന്താ? തോൽവി വിജയത്തിന്റെ ഭാഗമാണ്. വീണോട്ടെ, എന്താ? ഞാനുണ്ടല്ലേ നിന്നെ പിടിക്കാൻ. ഇതാണ് പറഞ്ഞു പേടിപ്പിക്കേണ്ടത്. നീ വീണോട്ടെ, ഞാനുണ്ട് നിന്റെ കൂടെ. ഹലോ, ഞാനുണ്ട് നിന്റെ കൂടെ. ഈ ഒരു ബോധ്യമാണ് എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന അതാണ്. ഹലോ, ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനായ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് ഞങ്ങളുണ്ട് കൂടെ. വീണോട്ടെ, അതിനിപ്പോ എന്താ? ആളുകൾ നോ പറയട്ടെ. ഞാൻ നോ പറഞ്ഞ ആളല്ലേ. എന്താ ഞാൻ നോ പറഞ്ഞത്? എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലേ, എന്റെ ജോലി ഒഴിവാക്കിയില്ലേ, ബിസിനസ് ഒഴിവാക്കി. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ബിസിനസ് ഒഴിവാക്കിയില്ലേ, ഇന്ന് 30 crore ടേൺ ഓവർ ചെയ്യുന്നില്ലേ? ഹലോ, ഇതൊക്കെ ഞാൻ ചിന്തിച്ചതാണോ? പ്രതീക്ഷിച്ചതാണോ? അല്ല. നോ പറഞ്ഞോട്ടെ. നോ എന്ന് പറഞ്ഞാൽ എന്തല്ല? അയാൾ വരില്ല എന്നുള്ള അല്ല അർത്ഥം. നോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്നാണ് അർത്ഥം. ഹലോ, നോ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലായില്ല മോനെ, എനിക്ക് മനസ്സിലായില്ല സുഹൃത്തെ, എനിക്ക് മനസ്സിലായില്ല അങ്കിളെ. ഇതാണ് അതിന്റെ അർത്ഥം. ഇല്ല എന്നുള്ളതല്ല. MI ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തെന്ന് ബെല്ലി സാറിനോട് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ബെല്ലി സാറിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാലോ. ഇതിന് മുമ്പ് വേറെ ആളും പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ശൈലേഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് വേറെ ആളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എന്താ സ്റ്റാർട്ട് ചെയ്യായിരുന്നത്? ബോധ്യപ്പെട്ടില്ല. അനീഷ് സാർ വന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ബോധ്യപ്പെട്ടത്. ആ നോന്റെ അർത്ഥം എന്തായിരുന്നില്ല? മറ്റുള്ളവരോട് പറഞ്ഞ നോന്റെ അർത്ഥം എന്തായിരുന്നില്ല? ഇല്ല എന്നുള്ളതല്ല, മനസ്സിലായില്ല. ഡു യു അഗ്രി വിത്ത് മീ? ശരിയാണോ? ഞാൻ പറയുന്നതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ തമ്പിടണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തമ്പിടണം. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രഡീഷണൽ ബിസിനസ്സിൽ വരച്ച് കാണുന്ന ആ ഗ്രാഫ് ഞാൻ കാണിച്ചില്ലേ. ട്രഡീഷണൽ ബിസിനസിന്റെ അവസ്ഥ ഇതാണ്. മുകളിലോട്ട് പോയി താഴെ പോവുകയാണ് വീണ്ടും. ആ കസ്റ്റമർ അവരുടെ വിതരണക്കാരോ അല്ല അവരുടെ കസ്റ്റമറോ ഒന്നും പിന്നെ വന്നോളന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി MI ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറായാൽ ഇതിലൂടെ ഒക്കെ സെയിൽസ് ഒഴുകി വരും. ഇതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇഷ്ടപ്പെടുന്നവർ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുകയും എന്താ പറയാ എടുത്തതിനെ എന്താ പറയാ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഇത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, MI ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് പറയാറുണ്ട്. കാരണം ഇതിന്റെ ഇത്ര ബ്യൂട്ടി എന്തിനാണുള്ളത് നിങ്ങൾ പറ. എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നല്ല ബിസിനസ്സാണ്. ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യാൻ, ഞാൻ ഇലക്ട്രിക്കൽ ബിസിനസ് ചെയ്ത സമയത്ത്, കോഴിക്കോട് ബിസിനസ് ചെയ്യാൻ വന്ന പ്ലാൻ ചെയ്ത സമയത്ത് കോഴിക്കോട് എന്ത് ചെയ്യണം? ഒരു ഇൻവെസ്റ്റ് ചെയ്യണം. സ്റ്റോക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു, എൻ്റെ കമ്പനിയോട് പറഞ്ഞു വയനാടും കൂടെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ വയനാട് ഒരാൾക്ക് കൊടുക്കുന്നതാണ് സാർ, അതിനും കൂടെ സ്റ്റോക്ക് എന്ത് ചെയ്യണം? എടുത്താലാണ് അത് ചെയ്യാൻ പറ്റുക. വീണ്ടും സ്റ്റോക്ക് എടുക്കണം. ഞാൻ കണ്ണൂരും കൂടി എടുക്കാന്ന് പറഞ്ഞു. കണ്ണൂർ എടുക്കാൻ കണ്ണൂർ സാർ വലിയ ഏരിയ ആണ്, കുറച്ചും കൂടെ സ്റ്റോക്ക് എടുക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? MI ലൈഫ് സ്റ്റൈൽ വരുന്നത്. ഇവിടെ ഞാൻ MI ലൈഫ് സ്റ്റൈൽ കാലിക്കറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആന്ധ്രയിൽ ബിസിനസ് ചെയ്യാൻ എനിക്ക് എന്തില്ല? ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അവിടെ ഔട്ട്ലെറ്റ് പോലും ഇല്ല. ആന്ധ്രയിൽ ഔട്ട്ലെറ്റ് പോലും ഇല്ല. ബാംഗ്ലൂരും ചെന്നൈ ഔട്ട്ലെറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൈദരാബാദൊക്കെ ഔട്ട്ലെറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ഔട്ട്ലെറ്റ് ഇല്ലാതെ ചെയ്യുന്ന ബിസിനസ്സാണ്. 2020 കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 20 കാലഘട്ടത്തിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുമാനം 1 ലക്ഷം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. 1 ലക്ഷം കൊണ്ട് ലക്ഷറി അല്ല, 1 ലക്ഷം കൊണ്ട് ജീവിച്ചു പോവാം. 2000 കാലഘട്ടത്തിൽ 10,000 രൂപ ഉണ്ടായിരുന്നപ്പോ എങ്ങനെ ജീവിക്കാമോ, ജീവിച്ചിരുന്നോ, അങ്ങനെ ജീവിച്ചു പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. 1 ലക്ഷം മന്ത്ലി ഇൻകം. ലക്ഷറി ആയിട്ടല്ല ഞാൻ പറയുന്നത്. അത് വേണമെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ കാണും. അപ്പൊ ഇത് കാണാൻ നിങ്ങളുടെ ഇന്നത്തെ മേഖല ആപ്റ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആപ്റ്റ് അല്ല. ഇതിന് നമുക്ക് ബിസിനസ് ആണ് വേണ്ടത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറേജ് ടൈം, ലിവറേജ് മണി എന്നാണ്. നിങ്ങളെ സമയം വർദ്ധിക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യാൻ, നിങ്ങളെ വർക്കിംഗ് ഹവർ വർദ്ധിപ്പിക്കാൻ ഒരു സാഹചര്യം വേണം. നിങ്ങളുടെ വർക്കിംഗ് ഹവർ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ടൈം വർദ്ധിക്കുമ്പോഴേ നിങ്ങളുടെ പണം വർദ്ധിക്കുള്ളൂ. സമയം വർദ്ധിക്കാതെ പണം വർദ്ധിക്കില്ല. 8 മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. ഓവർ ടൈം വർക്ക് ചെയ്താൽ വീണ്ടും ശമ്പളം കിട്ടും. ഹലോ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു ചെറിയ ബിസിനസ് തുടങ്ങി, നിങ്ങളെ കൂടെ എന്താണ് ബിസിനസ് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്? നിങ്ങളോട് ഒരു 10 പേരും കൂടി എന്ത് ചെയ്യണം? ആ ബിസിനസ്സിൽ നിങ്ങളെ സ്റ്റാഫ് ആയിട്ടുണ്ട്. അത് 20 ആക്കണേ. നിങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കണം, ഇൻവെസ്റ്റ്മെന്റ് വലുതാക്കണം. യെസ് ഓർ നോ? ഇത് ആണ് എന്ത് എല്ലാ ബിസിനസ്സുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ ഞാൻ ആരാണ്? റിലയൻസിന്റെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. നിങ്ങൾ ആരാണ്? റിലയൻസിന്റെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ജിയോയുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലെ? ജിയോ ഫോൺ ഉണ്ട്, പിന്നെ ജിയോയുടെ റിലയൻസിന്റെ എന്തുണ്ട്? സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഒരുപാട്. താമരശ്ശേരിയിലും കൊയിലാണ്ടിയിലും പല സ്ഥലങ്ങളിലും ഉള്ളേരിയിലും ഒക്കെ എന്തുണ്ട്? കോഴിക്കോടും ഒക്കെ എന്തുണ്ട്? ഈ ഒരു ഔട്ട്ലെറ്റുകളുണ്ട്. ഈ ഔട്ട്ലെറ്റിന്റെ ഭാഗമാണ്. അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എന്താണ് നെറ്റ്വർക്ക്? നമ്മൾ അവരുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. യെസ് ഓർ നോ? SBI ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ്, ഒരുപാട് ബാങ്കിങ്ങുകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. BSNL, മലബാർ ഗോൾഡ് ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാൺ ഗോൾഡ് ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഞാൻ, നിങ്ങൾ, ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ, നമുക്ക് കോഴിക്കോട് മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്ന, അറ്റ്ലീസ്റ്റ് സാധിക്കുന്ന ഒരു മേഖലയിലാണ് ഞാൻ നിങ്ങളുള്ളത്. വേറൊരു മേഖലയിൽ ഞാനും നിങ്ങൾ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ലക്ഷങ്ങളുടെയും കോടികളുടെയും എന്ത് വേണം? ഇൻവെസ്റ്റ്മെന്റ് വേണം. ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇൻവെസ്റ്റ്മെന്റ് വേണം. ഹൈ റിസ്ക് ഉണ്ട്. സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതല്ല അത്. ഒരു അസാധാരണക്കാരൻ സ്വപ്നം കണ്ട എത്രയോ ആളുകളുണ്ട്. അവിടെയൊക്കെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? വഴുതി വീണിട്ടുണ്ട്. ഒരു ടൗണിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്യാം? ആ ടൗണിൽ 1 വർഷം മുമ്പ് കണ്ട ബോർഡായിരിക്കില്ല നിങ്ങൾ ഈ വർഷം കാണുന്നത്.
ഫുട്വെയർ ഉള്ള സ്ഥാനത്ത് ജ്വല്ലറി ആയിട്ടുണ്ടാവും, ജ്വല്ലറി ഉള്ള സ്ഥാനത്ത് എന്തായി മാറിയിട്ടുണ്ടാവും, ടെക്സ്റ്റൈൽ ഷോപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം എന്താണ്? അത് അവര് ഭംഗിയില്ലാഞ്ഞിട്ടോ എന്താ പറയാ, ഇഷ്ടമില്ലാഞ്ഞിട്ടോ അത് മാറ്റി ജ്വല്ലറി ആക്കിയതല്ല. അത് അവരുടെ തന്നെ സ്ഥാപനമല്ല. അവർ പൂട്ടിപ്പോയ കാരണം കൊണ്ട് വേറൊരാൾ എന്ത് ചെയ്തതാണ്, അവിടെ ബോർഡ് മാറ്റി തുടങ്ങിയതാണ്. ദാറ്റ് മീൻസ് കോമ്പറ്റീഷൻ, നഷ്ടസാധ്യതയ്ക്ക് ഒരുപാടുണ്ട്. അവിടെയാണ് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ മുഴുവൻ, കോഴിക്കോട് മുഴുവൻ, എവിടെയാണോ നിങ്ങൾ മലപ്പുറമാണെ മലപ്പുറം മുഴുവൻ, നിങ്ങളുടെ ജില്ല മുഴുവൻ, നാളെ കേരളം മുഴുവൻ, അത് കഴിഞ്ഞ് ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ സ്ത്രീകളായിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം. എൻ്റെ ഓർഗനൈസേഷനിൽ സാവിത്രി എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്. വളരെ സാധാരണക്കാരിയായിട്ടുള്ള, നിങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. അവർക്ക് വലിയ രീതിയിൽ എന്താ പറയുക, ലോക പരിചയമൊന്നുമില്ല. അവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു ചാമ്പിത്തയിലും അദ്ദേഹത്തിന്റെ കസിന് ആന്ധ്രയിൽ കൊടുത്തതാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ആന്ധ്രയിൽ 10 കോടിക്ക് മേലെ കച്ചവടം ഉണ്ടാക്കിയിട്ടുള്ളത്. 10 crore മേലെ കച്ചവടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? നിങ്ങൾ സാധാരണക്കാരനോ സാധാരണക്കാരിയോ ആയിക്കോട്ടെ, എവിടേക്കോ നമ്മുടെ കെയർ ഓഫ് ലിങ്ക് പോകാനുണ്ട്. ഇപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ എല്ലാം ആളുകൾക്ക് സമയമില്ല, അപ്പൊ അത് വേണ്ട. അപ്പൊ എനിവേ, നിങ്ങൾ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. നിങ്ങളുടെ ടൈമാണ് ആക്ച്വലി എന്ത്, നിങ്ങളെ സമ്പത്തായി മാറുന്നത്. നിങ്ങൾ എത്ര ടൈം, നെറ്റ്വർക്ക് വലുതാവും തോറും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ സമയം വർദ്ധിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, നിങ്ങളൊരു ജോലിക്കാരനായിട്ടല്ല ഒരാളുടെ സമയം വാങ്ങുന്നത്, പാർട്ട്ണറായിട്ടാണ്. ഹലോ, ഞാനും നിങ്ങളും ആരാണ്? പാർട്ട്നേഴ്സ് ആണ്, ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഹലോ, ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. നിങ്ങളും നിങ്ങളുടെ അപ്ലൈൻ ലീഡറും നിങ്ങളുടെ ടീം മെമ്പേഴ്സും ആരാണ്? ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഈക്വൽ വാല്യൂ ആണ്. നിങ്ങൾ സർ എന്നൊക്കെ വിളിക്കുന്നതും അതൊക്കെ എന്താണ്, അതൊരു പൊസിഷൻ, റാങ്ക് മാത്രം, കമ്പനിക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധനം മാത്രമാണ്. ഞങ്ങൾ തിരിച്ചു നിങ്ങൾ സാറിനും മേഡം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നാളെ നിങ്ങൾ ഞങ്ങളുടെ പൊസിഷനിൽ എത്തും. അത് ഇപ്പോഴേ അതിന് വേണ്ടി റെസ്പെക്ട് തരുന്നതാണ്. ഹലോ, പലരും ചോദിക്കണ്ട സാർ എന്താണ്, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാറിനാണ് വിളിക്കുന്നത്, എന്ത് പരിപാടിയത്? ഒന്നുമില്ല, അവർ ഈ പൊസിഷനിൽ എത്തും, അതിനുകൊണ്ട് ഇപ്പോഴേ റെസ്പെക്ട് കൊടുക്കുന്നതാണ്. ഹലോ, വി ആർ പാർട്ട്നേഴ്സ്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെ നെറ്റ്വർക്ക് വലുതാക്കുക, ചേഞ്ച് യുവർ ബ്രാൻഡ്, ചേഞ്ച് യുവർ ഷോപ്പ്. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആളുകളെ കൊണ്ട് ചേഞ്ച് യുവർ ബ്രാൻഡ്, ചേഞ്ച് യുവർ ഷോപ്പ്. ഇത് ചെയ്യുമ്പോൾ ജീവിതത്തിൽ മാറി മറിയാണ്. ഇതിന് ഇടപെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹൈ പൊട്ടൻഷ്യലുള്ള പ്രൊഡക്റ്റുകൾ. ഹോം കെയർ ഐറ്റംസിന് 3% ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സ്പേസ് ഉണ്ട്. ഫുഡ് ആൻഡ് ബിവറേജിന് 3% ഉണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് 6% ഉണ്ട്. അതേഴ്സിന് 6% ഉണ്ട്. കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി കെയറിന് 27% ഉണ്ട്. വെൽനെസ്സിന് 55% ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ എൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സാധ്യത, ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് ഷെയർ ഒക്കെ കണ്ടിട്ടാണോ ഈ ബിസിനസ്സിൽ വന്നത്? ഇങ്ങനെയൊക്കെ ഷെയർ ഉള്ള, ഇങ്ങനെയൊക്കെ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റിലാണ് ഞാൻ നിങ്ങളുള്ളത്. ഇനി അങ്ങോട്ട് സീരിയസ് ആവാതെ നിന്നുകൂടാ. ഇനിയും വേഗത്തിൽ ഓടേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്? അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ബെസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ്. ആളുകൾ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ ഒരു നല്ല കമ്പനി സെലക്ട് ചെയ്തെന്നും, നല്ല പ്രൊഫൈലുള്ള, നല്ല പ്രൊഡക്റ്റ് ഉള്ള, നല്ല പ്ലാനുള്ള, നല്ല പ്രൊമോഷനുള്ള, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. ഒരു പ്രോജക്റ്റിലാണ് ഞാനും നിങ്ങളുള്ളത്. അപ്പൊ ശക്തമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി ദൈവഭാഗ്യത്തിന്, നമ്മുടെ പാരൻസിന്റെ ഒക്കെ പ്രാർത്ഥന കൊണ്ട്, ഞാനങ്ങനെ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരു പക്ഷെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഇതാ. അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മുനീറിലൂടെ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഹലോ, നിങ്ങളും വിശ്വസിക്കുക. നിങ്ങളെ തന്ന സുഹൃത്ത്, കൊണ്ടുവന്ന സുഹൃത്ത് ഒരു പക്ഷെ സീരിയസ് ആയിരിക്കില്ല, എന്നാലും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക. നന്ദി എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. എല്ലാത്തിനും, നിങ്ങളുടെ പാരൻസിനും, ഇന്ന് കിട്ടിയ ഭക്ഷണത്തിനും, ഇന്ന് കിട്ടിയ സന്തോഷത്തിനും, അല്ലെ, എല്ലാത്തിനും. നമ്മളെ മതഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നന്ദി പറയാൻ, ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകളായി മാറാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ നന്ദിയുള്ള ആളുകളായി മാറുക, എല്ലാത്തിനും നന്ദി പറഞ്ഞ് എന്ത് ചെയ്യുക. ഇത്രയും നല്ല പ്ലാറ്റ്ഫോം കിട്ടിയത്, അല്ല നന്ദി ഇല്ലാത്ത നിങ്ങൾ എന്താണ്, അത്രയും മികച്ച ആളായതുകൊണ്ടാണ്, നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുക. ആരുടെയോ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്, അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റിയത്. ശ്രീജിത്തിനല്ല നിങ്ങൾ വിളിച്ചത്, റമീസ് സാർ ശ്രീജിത്തിനല്ല ഇങ്ങോട്ട് വിളിച്ചത്, CTC എന്ന് പറയുന്ന റാങ്കിലുള്ള ശ്രീജിത്തിനെയാണ് വിളിച്ചത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കിട്ടാനുള്ള കാരണം MI ലൈഫ് സ്റ്റൈലാണ്. അത് ഒരുപാട് പേരുടെ എന്താണ്, ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ ബ്ലെസ്സിങ് ഉള്ള ആളാണ്, അനുഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് MI ലൈഫ് സ്റ്റൈൽ കിട്ടിയത്. ഈ അനുഗ്രഹം എന്ത് ചെയ്ത്, കണ്ടില്ല എന്ന് നടിക്കരുത്. ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി കണ്ടില്ല എന്ന് നടിക്കരുത്. ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം, മന്ത്ലി ഇൻകത്തിന് വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യാണ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ.
ഇവിടെ MI ലൈഫ് സ്റ്റൈൽ 4 തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രമാത്രം സീരിയസ് ആവണമെന്ന് ചിന്തിക്കുക. ഇതൊരു കരിയറാണ്. ഹലോ, ഇതൊരു കരിയറാണ്. ഒരു 12 സ്റ്റെപ്പ് കരിയറാണ് നിങ്ങളെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. ഈ കരിയറിന് എന്ത് ചെയ്യുക? ഒരു കരിയർ പ്ലാൻ ആയിട്ട് കാണുക. ഓരോ പ്രൊമോഷൻ കിട്ടാറില്ലേ? ഈ കരിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മിനിമം 5 to 10 lakhs മന്ത്ലി ഇൻകം ഉണ്ടാവും നിങ്ങൾക്ക്. ഈ കരിയർ ITC കഴിഞ്ഞാലും ഇതുണ്ട്. പക്ഷെ ഞാൻ മിനിമം നിങ്ങൾ ITC കരിയർ ആയിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 to 10 lakhs മന്ത്ലി ഇൻകം ITC ആകുമ്പോൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ബിജു സാറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ എമൗണ്ട് വാങ്ങുന്നുണ്ട്. ശൈലേഷ് സാർ വാങ്ങുന്നുണ്ട്. ബെന്നി സാർ അതിന്റെ മേലെ വാങ്ങുന്നുണ്ട്. ഹലോ, 5 to 10 lakhs മന്ത്ലി ഇൻകം വാങ്ങാവുന്ന ഒരു പ്രോജക്റ്റിലാണ് ഞാൻ നിങ്ങളുള്ളത്. ഇതൊരു കരിയർ പ്ലാൻ ആണ്. ഈ കരിയർ പ്ലാനെ സീരിയസ് ആയിട്ട് കാണുക.